എന്താണ് ഇവരൊക്കെ ഇങ്ങനെ? എന്തിനു വേണ്ടിയിട്ടാണ്? എനിക്ക് എപ്പോഴും തോന്നാറുണ്ട്. ഞാൻ പറഞ്ഞു വരുന്നത്, നിങ്ങളിൽ എത്ര ആളുകൾക്ക് വിശ്വാസം ഉണ്ടാവുമെന്ന് എനിക്കറിയില്ല. പക്ഷേ 27 വർഷമായി ഞാൻ വിശ്വസിക്കാത്ത ഒരു ഫാക്ട് ഞാൻ ഈ 2025 വിശ്വസിച്ച് തുടങ്ങി എന്നത് പറയാൻ വേണ്ടിയിട്ടാണ്. വേറൊന്നുമല്ല, ഈ വിളായി. അത് സത്യം പറഞ്ഞാൽ ഒരുപാട് ആളുകൾ പറയും അങ്ങനൊന്നും ഇല്ല, അതൊക്കെ തോന്നലാണെന്ന്. പക്ഷേ അത് അനുഭവിച്ചവർക്ക് മാത്രം മനസ്സിലാവുന്നൊരു കാര്യമാണ്. അത് സത്യമാണ് കേട്ടോ, സത്യസന്ധമായ കാര്യമാണ്. ഇത് ഞാൻ പറയാൻ കാരണം എൻ്റെ ഒരു റിയൽ അനുഭവമാണ്. ഒക്ടോബർ 17 തീയതിയാണ് ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോഴാണ് എൻ്റെ മകളുടെ പിറന്നാൾ. അപ്പോൾ മോളുടെ ബർത്ത്ഡേ ആയിട്ട് ഞാനും എൻ്റെ 2 ഫ്രണ്ട്സും മാത്രം കൂടി ഒരു ചെറിയ ഫംഗ്ഷൻ നമ്മുടെ വീട്ടിൽ നടത്തി. അതുമായിട്ട് ബന്ധപ്പെട്ട 2 ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തു. ഞാൻ എൻ്റെ ഹസ്ബൻഡിന് കൊടുത്തപ്പോൾ പുള്ളി എന്നോട് പറഞ്ഞത് നമുക്ക് ഗ്യാലറിയിൽ ഇട്ടാൽ പോരെ, നമുക്ക് കണ്ടാൽ പോരെ. അപ്പോൾ ഞാൻ പറഞ്ഞു അതിനൊന്നും കുഴപ്പമില്ല, നമുക്കത് പബ്ലിഷ് ചെയ്യാം, സോഷ്യൽ മീഡിയയിലൊക്കെ ഇടാം. അങ്ങനെ നമ്മുടെ സന്തോഷം നമ്മൾ സോഷ്യൽ മീഡിയയിലൊക്കെ ഇട്ടു. പിന്നത്തെ ഒരു 10 ദിവസം ഒരു വലിയ കുഴപ്പമൊന്നുമില്ലാതെ നമ്മൾ മുന്നോട്ട് പോയി. അത് കഴിഞ്ഞ് നവംബർ മാസം ഫസ്റ്റോടുകൂടി നമ്മൾ വിചാരിക്കാത്ത, അതായത് മെനി പെയിൻഫുൾ ഇവൻറ്റ്സ് ആൻഡ് അൺഎക്സ്പെക്റ്റഡ് ഇവൻറ്റ്സ് ഹാപ്പൻഡ്. കുഞ്ഞിനൊരു പനി വന്നു. സാധാരണ രീതിയിൽ അവൾക്ക് പനി വന്നു നമ്മൾ 1-2 നേരം പാരസെറ്റാമോളൊക്കെ കൊടുത്തു കഴിയുമ്പോൾ മാറും. ഇതങ്ങനെയല്ല, ഒരു സിവിയർ കണ്ടീഷനായി. അവസാനം ഫിക്സ് വരുമോ എന്നുള്ളൊരു പേടി കാരണം ഞാൻ നമ്മുടെ അടുത്തുള്ള ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അവിടെ കൊണ്ടുപോയി 5 ദിവസത്തെ മരുന്ന് കഴിച്ചിട്ടും വലിയ മാറ്റമൊന്നുമില്ല, നല്ല രീതിയിൽ കൂടുന്നതല്ലാതെ. പിന്നെ ഞാൻ നമ്മുടെ അനന്തപുരി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അവിടെ 2 തവണത്തെ സെറ്റിംഗ് കഴിഞ്ഞപ്പോഴാണ് കുഞ്ഞ് ഏകദേശം ഒന്ന് റെഡിയായത്. അപ്പോഴേക്കും എൻ്റെ കാര്യത്തിൽ തീരുമാനമായിരുന്നു, എനിക്ക് കടുത്ത പനിയായിരുന്നു. എന്നിട്ടും ഞാൻ മാസ്കൊക്കെ വെച്ച് ഒരു വിധത്തിൽ എങ്ങനെയെങ്കിലും ഒക്കെ ഒപ്പിക്കാം എന്നുള്ള രീതിയിൽ നടന്നു പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് മോളുടെ പനി അത്യാവശ്യം ഒന്ന് മാറി, ഞാൻ കിടപ്പാകുമെന്നൊരു സ്ഥിതിയിലേക്ക് എത്തി. അപ്പോൾ ഞാൻ മോളെ പെട്ടെന്ന് തന്നെ ഡേ കെയറിലേക്ക് വിട്ടിട്ട് ഞാൻ അനന്തപുരി ഹോസ്പിറ്റലിൽ പോയി. അവിടെ ചെന്നപ്പോൾ ഡോക്ടർക്ക് എൻ്റെ പനിയും എൻ്റെ ഒരു ഫിസിക്കൽ അപ്പിയറൻസ് ഒക്കെ കണ്ടൊരു സംശയം തോന്നിയിട്ട് ബ്ലഡും യൂറിനും ഒക്കെ ചെക്ക് ചെയ്തു. എനിക്കില്ലാത്ത അസുഖങ്ങളില്ലെന്നാണ് അവർ എൻ്റെ റിസൾട്ട് കണ്ടിട്ട് പറഞ്ഞത്. എൻ്റെ ഈ പ്രായത്തിൽ എന്ത് പറ്റി എന്നുള്ള ഒരു ചോദ്യത്തിൽ സത്യം പറഞ്ഞാൽ ഞാൻ തളർന്നു പോയി കേട്ടോ. പിന്നെ 2-3 തവണ ഹോസ്പിറ്റൽ വിസിറ്റൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ഞാനൊന്ന് തല പൊക്കി തുടങ്ങിയത്. അങ്ങനെ ട്രീറ്റ്മെൻറ്റിലും കാര്യങ്ങളൊക്കെ കണ്ടിന്യൂ ചെയ്ത് ഞാൻ മരുന്നൊക്കെ കണ്ടിന്യൂ ചെയ്ത് പൊയ്ക്കൊണ്ടിരിക്കുന്ന സമയത്താണ് മോൾക്ക് വീണ്ടും പനി വരുന്നത്. ആകെപ്പാടെ ഞാൻ അപ്പോൾ തന്നെ ഡെസ്പായി പോയി. ഇനി എന്ത് ചെയ്യും? ഒന്നാമത് ഞാനും മോളും തന്നെയുള്ളൂ. ഇനി എന്താണ് അടുത്ത വഴി, എന്തുകൊണ്ടാണ് ഇങ്ങനെ വരുന്നതെന്നൊക്കെ നമ്മുടെ മനസ്സ് ഒരുപാട് പ്രയാസപ്പെട്ടു. അങ്ങനെ ഇരുന്ന് എന്തൊക്കെ പറഞ്ഞാൽ നമ്മുടെ കയ്യിൽ മെഡിസിൻ ഉള്ളത്, നമ്മൾ ആദ്യം അത് കൊടുത്ത് നോക്കുമല്ലോ. അങ്ങനെ കൊടുത്ത് നോക്കി ഒരു 2-3 ദിവസം കഴിഞ്ഞപ്പോൾ പനിയൊക്കെ ഒന്ന് മാറിയപ്പോൾ സമാധാനമായി. അങ്ങനെ ഇരുന്നപ്പോഴാണ് പെട്ടെന്ന് തന്നെ എൻ്റെ ഹസ്ബൻഡിന് പനിയാവുന്നത്. നല്ല ചുമ, തൊണ്ടവേദന, അങ്ങനെ അവിടെയും പനി ആരംഭിച്ചു. അപ്പോഴും ഞങ്ങൾ ആകെ മാനസികമായി തളർന്നു. അതങ്ങോട്ട് മാറിക്കഴിഞ്ഞാൽ ഉടനെ തന്നെ എനിക്ക് വീണ്ടും കോൺസ്റ്റിപ്പേഷൻ്റെ പ്രശ്നങ്ങളൊക്കെ ആയി. ഇപ്പം ഞാൻ അതിൻ്റെ ട്രീറ്റ്മെൻറ്റിലാണ്. സത്യം പറഞ്ഞാൽ ഈ വിളായി വളരെ കറക്റ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് കേട്ടോ. ഞാനിപ്പോൾ 100% വിശ്വസിക്കുന്നു. ഇത് കേൾക്കുമ്പോൾ നിങ്ങളിൽ ചിലരെങ്കിലും വിചാരിക്കും പിന്നെ ഇതൊക്കെ ക്വയറ്റ് നാച്ചുറൽ. പക്ഷേ അങ്ങനെയല്ല. നമ്മളെ ഇത് ഭയങ്കരമായിട്ട് അസ്വസ്ഥപ്പെടുത്തി. അതുപോലെ പതിവിലല്ലാതെ എന്തോ ഒരു പ്രത്യേക രീതിയിലാണ് ഈ 3 മാസം കടന്നു പോകുന്നത്. ഞാനൊരു വിശ്വാസി ആയതുകൊണ്ട് തന്നെ ഇപ്പോൾ മുഴുവനും ദൈവത്തിൽ അർപ്പിച്ചിരിക്കുന്നു.